നിങ്ങളുടെയൊക്കെ മുഖം വല്ലാതിരിക്കുന്നേ? മാമൻ എന്താ എന്നെ ആദ്യമായിട്ട് കാണുകയാണോ ഇങ്ങനെ തുറച്ചു നോക്കാൻ? ഒന്നുമില്ല മോളെ. അല്ല, മാമന്റെ കനലാട്ടക്കാരിക്ക് സുഖം തന്നെ അല്ലേ? കനലാട്ടക്കാരി വൈഫിന് സുഖമല്ലേന്ന്? തീക്കണലിലൂടെ നടന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോന്ന്. തുളസി, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അല്ല, കനലിലൂടെ നടന്നാലൊന്നും ദുർഗാമ്മയ്ക്ക് പൊള്ളില്ലാന്ന് എനിക്കറിയാം. കാരണം ഉള്ളിൽ അതിനേക്കാൾ വലിയ തീയും കൊണ്ട് നടക്കുന്നവളല്ലേ ദുർഗാമ്മ. അങ്ങനെയൊന്നും പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? ദുർഗാമ്മ അമ്മ എന്ന് വിളിക്കേണ്ടടുത്ത് പ്രിയ ഇവളെ കൊണ്ട് വിളിപ്പിച്ചു ദുർഗാമ്മ. അല്ല, സാറൊന്നും പറഞ്ഞില്ല. എന്താ നീ ചോദിച്ചേ? ആഹാ, ദുർഗാമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോന്ന്. ഇല്ല മോളെ, കുഴപ്പമൊന്നുമില്ല. ആ കാലടിയേറ്റ തീക്കനലിനായിരിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുക. പാവം കനല്. ഏട്ടൻ വിഷമിക്കണ്ട. അവൾക്കറിയില്ലല്ലോ ദുർഗേച്ചി സ്വന്തം അമ്മയാണെന്ന്. അമ്മയും മകളും പരസ്പരം ശത്രുക്കളെ പോലെ. ഇനി അഥവാ ദുർഗ സത്യം അറിഞ്ഞാലും അവളുടെ മനോഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവും തോന്നില്ല. ചിലപ്പോ അത് പഴയതിനേക്കാൾ ഇരട്ടിയാവാനേ സാധ്യതയുള്ളൂ. എല്ലാം ശരിയാവും. പ്രസ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാം ശരിയാവും. അതാണല്ലോ നമ്മളൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മന്ത്രം. പോവാണോ? പോയിട്ട് പിന്നെ വരാം. പോയി. എന്താ വേഗം പോയേ? നീ മാമന് വേണ്ടിയാണോ ജ്യൂസ് എടുത്തത്? ഇത് എനിക്ക് വേണ്ടി എടുത്തതാ. മാമന് ഇഷ്ടപ്പെട്ട ജ്യൂസോ കോഫിയോ ഒക്കെ അനിയത്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ മാമനൊന്നും കഴിക്കാൻ നിന്നില്ല. പക്ഷേ മനസ്സ് നിറഞ്ഞിട്ടാ പ്രസ പോയിരിക്കുന്നത്. അതെന്താ ഇത്രമാത്രം മനസ്സ് നിറയാൻ മാമന് നിങ്ങൾ എന്താ കൊടുത്തത്? അതൊക്കെയുണ്ട്. എന്നോട് പറയാൻ പറ്റില്ലേ? തൽക്കാലം പറ്റില്ല. അച്ഛൻ പോലീസേ വേണ്ട, വേഗം പറഞ്ഞോ. എന്തേ, നിങ്ങൾ മാമനും വല്ല കരാറിലും ഒപ്പുവെച്ചോ? ഏതാണ്ട് ഒരു കരാറ് തന്നെയാ. എന്നെ കൈമാറ്റം ചെയ്യാനുള്ള കരാറാണോ? നിന്നെ കൈമാറ്റം ചെയ്യാനോ? ആദ്യമായി കല്യാണം തീരുമാനിക്കുന്ന കാര്യമാണോന്ന്. അതൊക്കെ നീ അതിന്റെ സമയവും പറഞ്ഞാ മതി. സസ്പെൻസ് ആക്കാതെ കാര്യം പറ. എന്താച്ചാ? ഇല്ലെങ്കിൽ അമ്മ തന്നെ പറ. എന്താ മാമനോട്ട് നിങ്ങൾ സംസാരിച്ചത്? വഴിയെ മനസ്സിലാവുന്നു പറഞ്ഞില്ലേ? എനിക്കിങ്ങനെ വഴിയെ പോകുന്നവര് പറഞ്ഞറിയണ്ട. എന്റെ സ്വന്തം അച്ഛനോ അമ്മയോ പറഞ്ഞറിഞ്ഞാ മതി. ഇത് വലിയ കഷ്ടമായല്ലോ ജയേട്ടാ. കഷ്ടമാവണം. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു ACP കൃഷ്ണപ്രസാദിന് ഒരു ഭാവമാറ്റം. അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാവും. തോന്നാൻ
ഞാനെന്താ ആദ്യമായിട്ടാണോ മാമനെ കാണുന്നത്? ഒരു അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെയാ മാമൻ എന്നെ നോക്കിയത്. നിന്റെ കോലം കണ്ടിട്ട് തന്നെ ഇത് എന്തൊരു വേഷമടി. ഈ വേഷത്തിന് എന്താ ഒരു കുറവ്? അമ്മ തന്നെ തെച്ചു തന്ന ഡ്രസ്സല്ലേ ഇത്? ആണോ? എന്നാ പോട്ടെ. ദേ, മലക്കം മറിച്ചിൽ ഒഴിവാക്കി കാര്യം പറ. എന്ത് കാര്യം? മാമൻ എന്താ ഇപ്പൊ ഒരു മനമാറ്റം? അതെനിക്കാണോ അറിയുന്നേ? എനിക്കും അറിയില്ല. രണ്ടും കള്ളന്മാരാ. എന്തോ വലിയ രഹസ്യം എന്റെ അടുത്തുനിന്ന് ഒളിപ്പിച്ചു വച്ചിരിക്കുക. കള്ളനും കള്ളിയും. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങൾ പോലീസും പോലീസിന്റെ ഭാര്യയാണെങ്കിൽ ഞാനേ ഡിറ്റക്റ്റീവാ. നിങ്ങൾ എന്റെ ശത്രുവാ. ഇത്രയും നാള് സ്നേഹം കാണിച്ചു കൂടെ നിന്നു. എനിക്ക് നിങ്ങളുടെ മനസ്സറിയാൻ കഴിഞ്ഞില്ല. ശത്രു? എടോ, ഞാൻ എങ്ങനെ തന്റെ ശത്രു ആവുന്നത്? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ചെയ്ത എന്റെ പൂജ മുടക്കിയ നിങ്ങൾ എന്റെ ശത്രുവല്ലാതെ മറ്റാരാ? മിത്രോ? എടോ, ആ പൂജ തുളസിയുടെ നാശത്തിന് വേണ്ടിയായിരുന്നില്ലേ? അതെ, അതിനു വേണ്ടി തന്നെയായിരുന്നു. അത് മുടക്കാൻ നിങ്ങൾ നോക്കിയത് അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? എന്നെ ശത്രുവായി കരുതുകയും അവളെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? അവള് നിങ്ങളുടെ ആരാ? അവള് നമ്മുടെ മകളാണോ? നിങ്ങളുടെ നാ പറഞ്ഞിപ്പോയോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ആരാ അവള്? ഞാൻ വെറുക്കുന്നവളെ നിങ്ങൾ സ്നേഹിക്കുന്ന എന്തിനാ? ഞാൻ ഇഷ്ടമല്ല എന്ന് പറയും തോറും നിങ്ങൾക്ക് അവളോടുള്ള ഇഷ്ടം കൂടുന്നു. ക്ഷേത്രത്തിൽ നിങ്ങൾ ആ ഇഷ്ടം കാണിച്ചു. ഞാൻ നടത്തിയ പൂജ തടഞ്ഞു. ഇതിനൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്നെ ചതിക്കുന്ന ആളാണെന്നല്ലേ? ദുർഗ, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? തുളസിയോടുള്ള വാശി ഇത്രയൊക്കെ വേണോ? അവൾ എന്ത് തെറ്റാ തന്നോട് ചെയ്തത്? ഇന്നും അവൾ തന്നെ വിളിക്കുന്നത് ദുർഗാമെന്നാ. ഒരമ്മയുടെ സ്ഥാനം തനിക്ക്. കേൾക്കണ്ട, എനിക്ക് അമ്മ എന്നാ വാക്ക് എനിക്ക് ഇഷ്ടമാ. പക്ഷേ അത് അവളുടെ നാവിന്ന് കേൾക്കുമ്പോഴല്ല. എന്റെ മോൻ ആദി, അവൻ എന്നെ വിളിക്കുമ്പോഴാ എനിക്കത് അപ്പോഴാ ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നത്. ഈശ്വര, സ്വന്തം മോളെ കുറിച്ച് എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? അവളുടെ നന്മകളെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും എന്നെ പറഞ്ഞു പഠിപ്പിക്കാനാണെങ്കിൽ അത് വേണ്ട. അവൾ എന്നോട് ചെയ്ത തെറ്റുകളുടെയും ശരികേടിന്റെയും 1000 അനുഭവങ്ങള് എന്റെ മനസ്സിലുണ്ട്.
തുളസി, താൻ തെറ്റിദ്ധരിച്ചിരിക്കുക. ധാരണയൊക്കെ ശരി തന്നെയാ. എന്റെ വീട്ടിലെ സമാധാനം ഇല്ലാതാക്കിയത് അവളാ. എന്റെ മോനുമായിട്ട് അടുപ്പം ഉണ്ടാക്കരുതെന്ന് ഞാൻ അവളോട് എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് അവള് കേട്ടോ? അവൾക്ക് എന്താ ആദ്യം തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇത്ര വാശി? അത് അവൾക്ക് അവനോട് സ്നേഹം ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഞാൻ എന്തു പറയുന്നോ അതിനെതിരായിട്ട് പ്രവർത്തിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ കിട്ടാവുന്ന അവസരത്തിൽ മുഴുവൻ അവൾ എന്നെ കോമാളിയാക്കി. എന്നെ കുറിച്ച് ഇല്ലാത്തത് വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ മോനെയും പ്രസാദേട്ടനെയും അവൾ എന്റെ ശത്രുവാക്കി. ഇത്രയൊക്കെ അവൾ എന്നോട് പെരുമാറിയിട്ടും നിങ്ങൾ എന്നോട് പറയുന്നത് എന്താ? അവളെ സ്നേഹിക്കണമെന്ന്, അവള് പാവമാണെന്നും. ഇനി ഞാൻ അവളെ പ്രസവിച്ചതാണെന്നും കൂടെ പറ. നിങ്ങൾ അതും പറയും. എനിക്ക് അതുകൂടി കേൾക്കാനുള്ള ശക്തിയൊന്നുമില്ല. ഒന്നു മാത്രം നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് അവളാണ് വലുതെങ്കിൽ ഈ നിമിഷം ഒഴിവാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഈ ഭൂമിയില് നിങ്ങളും ആദ്യം തുളസിക്കൊപ്പം ജീവിക്കുന്നത് കാണാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് മാത്രം. എന്നെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാമെന്ന് കരുതണ്ട. എന്നോട് 100 വട്ടം ക്ഷമിക്കാൻ പറയുന്നുണ്ടല്ലോ, അവളോടെന്താ ഇത് പറയാത്തത്? അവളെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എന്താ ഒന്നും മിണ്ടാത്തത്? സത്യം പറയുമ്പോഴേ മറുപടി ഇല്ലാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്തു പറഞ്ഞാലും തനിക്കിപ്പോ മനസ്സിലാവില്ല. ദുർഗയ്ക്ക് മനസ്സിലാവില്ല. ദുർഗ പൊട്ടിയാണല്ലോ. ഇങ്ങനെ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനമില്ലെന്ന്. ദുർഗ, ഇത്രയും നേരം താൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ഇപ്പൊ പറഞ്ഞത് മാത്രം താൻ പറയരുത്. തന്റെ ഏത് തീരുമാനത്തിനും ഒപ്പം നിന്നിട്ടുള്ളവരാ ഞാനും ആദി. തന്റെ ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം നൽകി താൻ പറയുന്നത് മാത്രം അനുസരിച്ചു. ഞാൻ തന്നെ എങ്ങനെയോട് അവോയ്ഡ് ചെയ്ത്? ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. അതൊരു തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കാം. പക്ഷെ എന്റെ ഏറ്റവും വലിയ ശരി അതാണ്. ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ ജീവനേക്കാളേറെ. ആ ഒരു വിശ്വാസം എന്റെ മനസ്സിന് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ ശക്തി. പറഞ്ഞു ബലിപ്പിച്ചത് കൊണ്ടായില്ല പ്രസാദേട്ടാ, പ്രവൃത്തിയിലും അത് കാണണം. ക്ഷേത്രത്തിലെ ആ പൂജയെങ്കിലും നിങ്ങൾ മുടക്കാതിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. അവിടെയും നിങ്ങൾ തുളസിക്ക് അനുകൂലമായിട്ട് നിന്നു. എല്ലാത്തിനും എന്റെ മരുമകളല്ലേ എന്നുള്ള ന്യായവും. മരുമകളല്ലടോ, മകൾ. ഞാൻ ഈ നാട്ടിലെ അമ്മാവന്മാരെ മരുമക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാ പ്രസാദേട്ടനും തുളസിക്കും ഉള്ളത്? അപ്പോ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയം. എന്നെ തോൽപ്പിക്കാനുള്ള അഭിനയം. അതൊന്നും ഞാൻ തിരിച്ചറിയില്ല എന്ന് കരുതണ്ട. ശരിയും തെറ്റും അറിയാനുള്ള വിവേകം എനിക്കുണ്ട്. എടോ, അത് മാറ്.
എടാ, മാമൻ എന്തോ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. എന്ത് മാറ്റം? ഒരു മാറ്റവും. എല്ലാം പഴയതുപോലെ തന്നെ. എന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും കുറ്റപ്പെടുത്തുന്നു. അമ്മ പറയുന്നതിനൊക്കെ സമ്മതം മൂളുന്നു. ഇതൊക്കെ വർഷങ്ങളായിട്ട് തുടരുന്ന ശീലങ്ങളാ. അതല്ലടാ, എന്നെ കാണുമ്പോ മാമന്റെ കണ്ണു നിറയാ. എന്നോട് മുൻപില്ലാത്തൊരു വാത്സല്യത്തോടെയൊക്കെ പെരുമാറുന്ന. നിന്നോട് വാത്സല്യം ഇല്ലെന്നോ? പണ്ട് മുതൽ എന്നോടുള്ളതിനേക്കാൾ കാര്യം അച്ഛന് നിന്നോടാ. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്തോ മനസ്സിലുണ്ട്, എന്നാ അതൊട്ട് പുറത്ത് പറയുന്നുമില്ല. അതാ എനിക്ക് തോന്നുന്നത്. ആ, അച്ഛന്റെ മനസ്സിലെ വലിയൊരു രഹസ്യമായിരുന്നു ആ രാജവർമ്മയുടെ കള്ളക്കഥ. അത് നമ്മളോട് രണ്ടുപേരോടും പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്ത് രഹസ്യം ഉണ്ടാവാനോ? ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ഓ, നീ വല്ല CID പണി നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെ മനുഷ്യനെ വട്ടാക്കാനുള്ള കഴിവ് അപാരം തന്നെ. സമ്മതിച്ചു. അല്ലടാ, ഇപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നാ പിന്നെ നിന്റെ മാമനല്ലേ, നിനക്ക് പോയി ചോദിക്കരുതോ? മാമൻ എന്ത് വലിയ രഹസ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന്? അങ്ങനെ ചോദിച്ചാലൊന്നും മാമൻ പറയില്ലടാ. ആ മനസ്സറിയണമെങ്കിൽ വേറെ വഴി നോക്കണം. ആ, ചിലപ്പോഴേ എനിക്ക് തോന്നുന്നതേ രഹസ്യമായിട്ട് നമ്മുടെ കല്യാണം നടത്താൻ അച്ഛൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവുന്ന. അതിന്റെ സെന്റിമെന്റ്സ് ആയിരിക്കും അച്ഛന്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ വരുമോ? ആ, വരാമല്ലോ. ഇത്രയും നാളും സഹോദരിയുടെ മകളായിരുന്നു, ഇപ്പോ മകന്റെ ഭാര്യയാവും പോകുന്നു. അതിന്റെ ടെൻഷനും സ്വന്തം ഭാര്യ അറിയാതെ വിവാഹം നടത്തുന്നതിന്റെ പ്രോബ്ലംസും. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ചാൽ നീ പറയുന്നതിൽ കാര്യമില്ലാതില്ല. എന്തായാലും എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതന്നെയായിരിക്കും കാര്യം, അല്ലാതെ വേറെന്താ? നിന്നോട് ഇഷ്ടക്കൂടുതൽ കാണിച്ച് അവസാനം അച്ഛന്റെ ഗുഡ് ബോക്സിൽ നിന്ന് ഞാൻ പുറത്താവുന്ന എന്റെ ടെൻഷൻ. രാജവർമ്മയെ കണ്ടുകിട്ടാതെ നമുക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനും കഴിയില്ല. നീ അയാളുടെ ആശ്രമത്തില് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട്. രാജവർമ്മ എപ്പോ എത്തിയാലും അപ്പൊ നമ്മളെ വിവരം അറിയിക്കും. അയാള് വരട്ടെ. അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്റെ നിന്റെ ജീവിതം വെച്ചല്ല അയാൾ കളിച്ചത്. ഇതൊരു തീക്കളിയാണെന്ന് അയാൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഹായ് തുളസി. അതെ, നമുക്ക് പോവാം. ഞാൻ വന്നതുകൊണ്ടാണോ നിങ്ങൾ പോകുന്നത്? നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയെങ്കിൽ ഞാൻ പോവാം. അതല്ലേ ശരി? ശരിയും തെറ്റൊക്കെ സ്വയം തീരുമാനിച്ചാൽ മതി. തുളസി കയറ്. നീ പറയും പോലെ ഇവള് പറയില്ല. ഇവള് വിവാഹ നിശ്ചയം വരെ എത്തിയ പെണ്ണ. എന്നോടൊപ്പം എൻഗേജ്മെന്റിന് തയ്യാറായോട്ടാ. ഷോ കാണിക്കണ്ട ആദി. പോവാം. നീ ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നിന്നെയും എന്നെയും ഒരേ തരത്തിലാണ് ഇവള് കാണുന്നത്. മുമ്പ് നീയും ഇവളും തമ്മിലുള്ള എൻഗേജ്മെന്റ് മുടങ്ങി. ഇപ്പോൾ ഞാനും ഇവളും തമ്മിലുള്ള എൻഗേജ്മെന്റ് മുടങ്ങി. സോ ദ സെയിം പിഞ്ച്. അതെ, അങ്ങനെ ഈക്വൽ പൊസിഷൻ പറഞ്ഞ് ആദ്യം വട്ടാക്കാൻ നോക്കണ്ട. ഞാൻ ആരാണെന്നും ഇവൻ ആരാണെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ശരിയാ. പക്ഷേ നിങ്ങൾ രണ്ടും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഞാൻ ആരാണെന്ന്. നീ ആരാണെങ്കിലും ഞങ്ങൾക്ക് എന്താ? അങ്ങനെ പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ലാതെ. എന്നെ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്നും അത്ര ഈസി ആയിട്ട് പിന്മാറാമെന്നൊന്നും കരുതണ്ട. ഞാൻ അതിന് സമ്മതിക്കുകയില്ല. അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ആവട്ടെ, നമ്മളത് ശ്രദ്ധിക്കണ്ട. വാ, പോവാം.